സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഈ വിഴിഞ്ഞം തുറമുഖത്ത് വളരെ വലിയ വികസനമൊക്കെ വരാൻ പോവുകയാണ് എന്ന് കേൾക്കുന്നു. വികസനം വരുന്നതല്ലേ, നമുക്കത് സന്തോഷമുള്ള കാര്യമാണ് സാർ. പക്ഷേ അവിടെ ചില പ്രശ്നങ്ങൾ, അതായത് അവിടെ സ്ഥലവാസികളുമായി ബന്ധപ്പെട്ട്, സ്ഥലമെടുക്കലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ? കാരണം ഇത്തരത്തിൽ വികസനം വരുമ്പോൾ ഈ കാണുന്ന കടൽ മാർഗമുള്ള കാര്യങ്ങളല്ലാതെ ഒരു പോർട്ടല്ലേ വരുന്നത്, അത് ഒരു വലിയ പോർട്ട്. സാർ, എന്താണ് സാറിന് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ്? അതിനകത്തില് വികസനം വരുന്നത് സ്വാഗതാർഹമാണ്. നമ്മുടെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അദാനിയെ പോലെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നതും, അതേപോലെ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലായി. ഇപ്പൊ തന്നെ 1000-ഓളം കപ്പലുകൾ വന്നെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കാരണം ലോകത്തിലെ കപ്പൽ ചാലുകളിൽ ഏറ്റവും സുഗമമായിട്ട് തീരത്തോടെ വളരെ അടുത്ത് വരാവുന്ന നാച്ചുറൽ പോർട്ട് നമ്മൾ പറയും. നാച്ചുറൽ പോർട്ടാണ് വിഴിഞ്ഞം. ഇത് ലോകത്ത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല, അത്ര അപൂർവമാണത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ കയ്യിലിരിക്കുന്ന മുത്തിനെ കുറിച്ചോ പവിഴത്തെ കുറിച്ചോ നമുക്ക് ധാരണയില്ല. അങ്ങനെയാണ് പറ്റിപ്പോയത്. കാലാകാലങ്ങളിൽ നമ്മളെ ഭരിച്ചവർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ് ഇതിന്റെ ഒരു സാധ്യതകൾ അവർ മനസ്സിലാക്കിയ ശേഷമാണ് അദാനി, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നിസ്സാര തുകയുമില്ല, കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പദ്ധതിയാണത്. അപ്പൊ അങ്ങനെ അദാനി അതിന് തയ്യാറായിട്ട് വന്ന ശേഷമാണ് ഇതിന് മാറി വന്ന രണ്ട് സർക്കാരുകളും, UDF സർക്കാരും LDF സർക്കാരും അതിന് ക്ലിയറൻസ് കൊടുത്ത് പോർട്ട് വലിയ രീതിയിലാണ് വലിയ മദർഷിപ്പുകളാണ് വന്ന് അടുക്കുന്നത്. വളരെ തീരത്തോടെ വന്ന് മദർഷിപ്പുകളാണ് അടുക്കുകയാണ്. അപ്പൊ ഏതാണ്ട് 1000-ഓളം ഷിപ്പുകളുടെ സൗകര്യം കൂടെ വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വലിയ, നമുക്ക് പറഞ്ഞില്ല, കുതിച്ചാട്ടമാണ് നമ്മുടെ കേരളത്തിന്റെ വ്യവസായ വാണിജ്യ മേഖല, സാമ്പത്തിക മേഖലകളിൽ കുതിച്ചാട്ടം ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് തന്നെയാണിത്. പക്ഷേ ഇത് അദാനി വിഭാവനം ചെയ്തിരിക്കുന്നത് 2-3 ഘട്ടങ്ങളായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതാണ് അപ്പൊ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, അങ്ങനെയാണ് അത് വരുന്നത്. ഇപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേജ് വന്ന സമയത്ത് അവരുടെ മെയിൻ്റനൻസ്, മറ്റു കാര്യങ്ങള്, അപ്പൊ അതിനൊക്കെയുള്ള മിനിമം സൗകര്യങ്ങൾ, അതായത് മിനിമം സ്ഥലം മാത്രമേ അവർ ഏറ്റെടുത്തിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ഒക്കെ വരുമ്പോൾ, 2ാം ഘട്ടമൊക്കെ വരുമ്പോൾ അനുബന്ധമായിട്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ വേണ്ടി വരും അവർക്ക്. അപ്പൊ അങ്ങനെ വേണ്ടി വരുമ്പോൾ എന്ത് വേണ്ടി വരും? സ്ഥലം വേണ്ടി വരും. അപ്പൊ നമുക്ക് തിരുവനന്തപുരത്തിന്റെ കോസ്റ്റൽ ഏരിയയെ കുറിച്ച് അയ്യപ്പദാസൻ അറിയാമല്ലോ. അവിടെ സ്ഥലപരിമിതി വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നമാണ് തീരപ്രദേശത്ത്. അവിടെ ഈ മത്സ്യബന്ധനം, മീൻ പിടിച്ച് കഴിയുന്ന ഒരുപാട് വലിയ സമൂഹങ്ങളുണ്ട്. ഒരു വലിയ സാഹചര്യം ചേർന്ന് കിടക്കുകയാണ്. അതായത് തിരുവനന്തപുരം ജില്ലയുടെ നമ്മുടെ കുളച്ചല് മുതൽ ഇങ്ങോട്ട് വന്ന കൊല്ലം ജില്ല, അതിങ്ങനെ ആലപ്പുഴ, എറണാകുളം, അങ്ങനെയാണ് അത് കിടക്കുന്നത്. ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ ഉള്ളത്. മീൻപിടുത്തം, പിന്നെ മറ്റു സമുദായങ്ങളും ഉണ്ട് അതിനകത്ത്. അപ്പൊ അതൊരു വലിയ ജനസംഖ്യയാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മീൻപിടുത്തം മാത്രമാണ് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇവരെ എന്ത് ചെയ്യും? അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഏത് വികസനം വന്നാലും നമ്മൾ പറയും സാധാരണ അവിടെ നിൽക്കുന്നവർ കുടിയൊഴിപ്പിക്കപ്പെടും. പശ്ചിമ ബംഗാളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, സിംഗൂരിലും നന്ദിഗ്രാമിലും ഒക്കെ നമ്മൾ കണ്ടതാണത്. ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്കിവിടെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് സ്വാഭാവികമായിട്ടും അവരെ ഒഴിപ്പിക്കേണ്ടി വരും. ഇപ്പൊ ഈ അദാനിയുടെ ആദ്യത്തെ എസ്റ്റിമേറ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് ഏതാണ്ട് മാർത്താണ്ഡം വരെയുള്ള കോസ്റ്റൽ ഏരിയ അവർക്ക് വേണ്ടി വരുമെന്നാണ് പറയുന്നത്. വ്യാപ്തി മനസ്സിലായോ അയ്യപ്പദാസന്? മാർത്താണ്ഡം വരെയുള്ള ഏരിയയിൽ അവർക്ക് അത്രയും സ്ഥലങ്ങൾ വേണ്ടി വരും. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കോവളം കഴിഞ്ഞ് തെക്കോട്ട് വരും, അത് വടക്കോട്ടും വരും, വടക്കോട്ടും വരുന്നുണ്ട്. അപ്പൊ NH, അതുകൊണ്ടാണ് കണക്ടിവിറ്റി വേണം. ഇതിനെല്ലാം കണക്ടിവിറ്റി വേണം, റോഡ് റെയിൽ കണക്ടിവിറ്റി വേണം. അതിനാണ് NH-66 പണി വരുന്നുണ്ടത്. അപ്പൊ അത് വന്ന് കോവളത്തിന്റെ തിരുവനന്തപുരത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് മുക്കോലയ്ക്ക് അപ്പുറത്തായിട്ട് വന്നത് ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ബാലരാമപുരത്തേക്ക് റെയിൽ കണക്ടിവിറ്റി കൊണ്ടുവരുന്നുണ്ട്. വിഴിഞ്ഞത്തുനിന്ന് അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് അത് വരുന്നത്. റെയിൽ കണക്ടിവിറ്റി വരുന്നുണ്ട്. ഇതിവിടെ വന്നിട്ട് തിരുവനന്തപുരം നാഗർകോവിൽ ലൈൻ ഡബിളിംഗ് വളരെ വേഗത്തിൽ ഇതുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ വലിയ വികസനമാണ്. തിരുവനന്തപുരം നമ്മൾ പറയുന്നത് സ്വപ്നതുല്യമായ വികസനം വരികയാണ്. പക്ഷേ ഈ വികസന ശ്രേണിയില്ല നമ്മൾ ഷൈലോക്കിയൻ തിയറി നമ്മൾ കേട്ടിട്ടില്ല. ഷൈലോക്കിയൻ തിയറി
കേട്ടിട്ടുണ്ട് സാർ. ഷൈബൊക്കെ പറഞ്ഞതാണ്, അവരുടെ അതിനകത്ത് വന്ന ബെറ്റിൽ പറഞ്ഞതാണ്, നിങ്ങളൊരു കാര്യം ചെയ്യാൻ, ഞാൻ മത്സരം തോറ്റു, പക്ഷേ ഞാൻ അന്ന് മത്സരത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്തത് എന്റെ ശരീരത്തിലെ മാംസം മുറിച്ചെടുത്തോളാനാണല്ലോ പറഞ്ഞത്. മാംസം മുറിച്ചെടുത്തു, പക്ഷേ ഒരു തുള്ളി രക്തം പൊടിയരുത്. ഒരു തുള്ളി രക്തം പൊടിയാതെ എങ്ങനെയാ മാംസം മുറിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. വികസനം സാധ്യമാണ്, നിങ്ങൾ വികസനം സാധിച്ചെടുത്തു, പക്ഷേ ജനങ്ങളെ ബാധിക്കാതെ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ് ഇപ്പൊ വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഇതിനിടയിലാണ് അംബാനി, പിന്നെ അദാനിയെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരൊരു കാര്യത്തിലെ തടവിടുമ്പോൾ സാമ്പത്തിക ലാഭം അവർ നോക്കും. സാമ്പത്തിക ലാഭം നോക്കാതെ ഒരു ഒരു പദ്ധതിയിൽ അവർ നിൽക്കത്തില്ല. അവര് നിസ്സാര ലാഭമല്ല, വലിയ ലാഭം നോക്കും. അതുകൊണ്ടാണല്ലോ കോടിക്കണക്കിന് രൂപ ഇറക്കുന്നത്. അപ്പൊ അതിനിടയിലാണ് നമ്മൾ മിനിഞ്ഞാന്ന് പെട്ടെന്നൊരു വാർത്ത വരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത്, ഇത് ശരിക്കും കേരള ഗവൺമെന്റ് പോർട്ടാണ്, നമ്മുടെ ഓണർഷിപ്പ് കേരള ഗവൺമെന്റിന്റേതാണ് അദാനി പോർട്സ് എന്ന് പറയുന്നത്. അതിനകത്ത് അംബാനി പിന്നെ അദാനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ആ പോർട്ടിലെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഓഹരിയിലെ 25%-ലധികം ഓഹരി ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അതായത് MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ്, ഒരു വലിയ സിംഗപ്പൂർ ബേസ്ഡ് ആണ്, വലിയ കോടീശ്വരന്മാരും ഈ രംഗത്തെ അതിഭീമന്മാരുമാണ്. ഈ ഷിപ്പിംഗ് ട്രാൻസ്പോർട്ട് മേഖലയിലെ അതിഭീകരന്മാരാണ് അവര്. അവർക്ക് 25%-ലധികം ഷെയർ വിറ്റു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നത്. അപ്പൊ ഈ വാർത്ത വന്ന സമയത്ത് ശരിക്കും ദേശാഭിമാനി CPM നേതാക്കന്മാരടക്കം ഇതിനെ അങ്ങ് പ്രഘോഷണമായിരുന്നു. അതുപോലെ കണ്ടോ, കേരളത്തിൽ ഞങ്ങൾ ആരംഭിച്ചതാണ്, അവരുടെ കാലത്താണല്ലോ പദ്ധതി വിഴിഞ്ഞം തുറന്നത്, വലിയ പദ്ധതിയാണ്, ഇതിനകത്തൊന്നും പേടിക്കേണ്ട, വലിയ വികസനം വരുന്നു, ഇതാ ഞങ്ങൾ ആരംഭിച്ച പദ്ധതി എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവർക്ക് വൈകുന്നേരം ആയപ്പോഴാണ് സംഭവം മനസ്സിലായത്. അതായത് 2500, ഇപ്പൊ അദാനി ഏതാണ്ട് 2500-3000 കോടി രൂപയാണ് മുടക്കിയിരിക്കുന്നത്, 3000-ൽ താഴെ. അവർക്ക് ഈ ഓഹരി കൈമാറ്റത്തിലൂടെ 10,000 കോടിയോളം രൂപ അവർക്ക് കിട്ടുകയാണ്, അദാനിക്ക് കിട്ടുകയാണ്. പെട്ടെന്ന് അദാനിയുടെ അത്രയും പണം ഇഞ്ഞു വരുന്നു. പണം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തിനാണ് ഇത് ചെയ്തത്? ഇതിന്റെ സെക്കൻഡ് ഹാൻഡ് സ്റ്റേജിന്റെ വികസനത്തിന്. അത് കൈക്കാശൊന്നും ഇറക്കണ്ട, കൈക്കാശ് ഇറക്കാതെ ഓഹരി പങ്കാളിത്തം. ഇവിടെ ഇപ്പൊ ഇന്നത്തെ പ്രശ്നം അറിയാമല്ലോ, ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ഇന്നലെ നിയമസഭ മുഴുവൻ ഇളകി മറിഞ്ഞതും, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ പത്രസമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് പറ്റിയാണ്. കേരള സർക്കാർ അറിയാതെ എങ്ങനെ ഓഹരി വിറ്റു? അതൊരു ചോദ്യമാണ്. നമ്മുടെ ഓണർഷിപ്പിലുള്ളതാണ്, കേരള ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള ഈ സാധനം എങ്ങനെ വിറ്റു എന്നുള്ളത്. ഇപ്പൊ അതാണ് വേറൊരു ചോദ്യമായിട്ട് വരുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി നമ്മുടെ ഭരണാധികാരികൾക്ക് മനസ്സിലായത് എന്താണ് അത് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അദാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം 2028 ഡിസംബറിന് മുമ്പായിട്ട് ഈ പോർട്ടിന്റെ നിർമ്മാണം സെക്കൻഡ് സ്റ്റേജ് ഇവിടെ തീർന്നു കഴിയുകയാണെങ്കിൽ അവർക്കിപ്പോ 20 വർഷം കൂടെ ഈ പോർട്ടിന്റെ കൈവശാവകാശം അവർക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവില് 2060 അവർ കേരള ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് ഒഴിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിട്ടുതരേണ്ടതാണ്. പക്ഷെ അതില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അത്ര 16,000 കോടി രൂപയോടെ മുടക്കാമെങ്കിൽ 20 വർഷം കൂടെ എക്സ്റ്റൻഷൻ കിട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ 2080 ഈ പോർട്ട് തിരിച്ചു കിട്ടുകയുള്ളൂ കേരള ഗവൺമെന്റ്. 2080 എന്ന് പറഞ്ഞാൽ എത്ര വർഷം വരും? 52 വർഷം കഴിഞ്ഞിട്ട് പോർട്ട് നമ്മുടെ സ്വന്തമാകത്തുള്ളൂ. അതുവരെ മറ്റു വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം എന്ത് ചെയ്യും? അതൊരു വലിയ പ്രശ്നമല്ലേ? ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ആ ഭാഗത്ത് നിൽക്കുന്നത്. ഇവർക്ക് ഈ സ്റ്റേജുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനോട് അവർ ചെയ്യും. ഇപ്പൊ അദാനിയെ സംബന്ധിച്ചിടത്തോളം കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ തിരുവനന്തപുരത്തെ ജില്ലയുടെ കോസ്റ്റൽ ഏരിയയിലൊക്കെ അറിയാൻ കഴിഞ്ഞത് സ്ഥലത്ത് ആരും കൊടുക്കുന്നില്ല, ഉള്ളവർ പോലും കൊടുക്കുന്നില്ല. കാരണം ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ വില ചിലപ്പോൾ കിട്ടും. അത് അദാനി ഓഫർ ചെയ്യുകയും ചെയ്യാം. അത് അവർക്ക് സ്ഥലവിലയിൽ അവർക്കൊരു പ്രശ്നമല്ല. ഇപ്പൊ നമ്മൾ NH66 പിന്നെ എറണാകുളം ആ ഹൈവേ പിന്നെ കോസ്റ്റല് പിന്നെ തീരദേശത്തെ ഹൈവേ പണിഞ്ഞപ്പോ നമുക്കറിയാമല്ലോ, ചോദിച്ച വില കൊടുത്താണ് ഭൂമി അക്വയർ ചെയ്തത്, തർക്കം ഉണ്ടാകാതിരിക്കാൻ. പക്ഷെ മത്സ്യത്തൊഴിലാളികളെ എങ്ങോട്ട് കൊണ്ടുപോകും? അവിടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ റോഡ് വികസനത്തിൽ വന്നുള്ളൂ. പക്ഷെ ഈ മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിതി എന്താവും? എങ്ങോട്ട് പോകും? ഇവർക്ക് കടലല്ലാതെ വേറൊരു ഉപജീവന മാർഗമില്ല. അവരെ നമ്മൾ പറഞ്ഞില്ലേ, കടലിൽ നിന്ന് എടുത്ത് മീനിനെ പിടിച്ച് കരക്കിടുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വരും. ആ അവസ്ഥയിലേക്കാണ് വരുന്നത്. അവർക്ക് മീൻ പിടിച്ചല്ലാതെ ജീവിക്കാൻ അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കടലാണ്. അതാണ് ഇപ്പൊ വലിയ പ്രശ്നമായിട്ട് വരാൻ പോകുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ ക്രൈസിസ് ആണ്. പക്ഷേ ഇതിനിടെ തമിഴ് ഇതിനകത്ത് വേറെ പണിയും ചെയ്തു നോക്കുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്കറിയാം കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ട് സ്ഥലം കിട്ടാൻ പോകുന്നില്ല. തിരുവനന്തപുരം തെക്കൻ ജില്ലയിലൊന്നും വലിയ കാര്യമായിട്ട് സ്ഥലം കിട്ടാൻ പോകില്ല എന്നുള്ളത് തമിഴ്നാടിന്, പ്രത്യേകിച്ച് സ്റ്റാലിൻ അറിയാമായിരുന്നു. ഇത് നേരത്തെ തന്നെ തുടങ്ങിയതാണ്.
സെക്കൻഡ് ഹാൻഡ് സ്റ്റേജിലേക്ക് ഏതാണ്ട് ഒരു 200-300 ഏക്കർ മിനിമം വേണ്ടി വരുമെന്നാണ് ഉദ്ദേശമായിട്ട് കണക്കൂട്ടുന്നത്. ഒരുപാട് പിന്നെ സൗകര്യങ്ങൾ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പറഞ്ഞാൽ വലിയ സൗകര്യങ്ങൾ വേണ്ടി വരുന്നതാണ്. അപ്പൊ തമിഴ്നാട് എന്ത് ചെയ്തു? തമിഴ്നാട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, കേരളത്തെ സർവേ ഞങ്ങള് തുച്ഛമായ വിലയ്ക്ക് ഞങ്ങളുടെ തിരുനെൽവേലി ജില്ലയിൽ കിടപ്പുണ്ട്, ഞങ്ങളത് തരാം. ചെറിയ നാൻകുനേരി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് വലിയ ദൂരമില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള അതിർത്തിയിൽ നിന്ന് വലിയ ദൂരമില്ല കിടക്കുന്നതാണ്. ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട് അവിടെ തമിഴ്നാട്ടില്. അവര് പറഞ്ഞു ഞങ്ങള് വേണമെങ്കിൽ നിസ്സാര വിലയ്ക്ക് വേണമെങ്കിൽ ചുമ്മാതെയും കൊടുത്തേക്കും. കാരണം വലിയ അദാനിയുടെ പ്രോജക്ടിന്റെ വികസനമാണ് വരുന്നത്. വലിയ സൗകര്യങ്ങൾ വരും. എന്തെല്ലാം നമ്മൾ പറഞ്ഞില്ല, ചിന്തിക്കാനൊക്കാത്ത ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് അവിടെ വരാൻ പോകുന്നത്. അപ്പൊ അത് വരുന്ന സമയത്ത് പിന്നെ തമിഴ്നാട് ഇതിനകത്ത് വന്ന് ചാടി വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തീരദേശത്തെ വലിയ കാര്യം മാർത്താണ്ഡം വരെയുള്ള പ്രശ്നങ്ങളെ അത് ബാധിക്കും. ഒരു പക്ഷെങ്കിൽ മാർത്താണ്ഡം വരെയുള്ള പ്രദേശങ്ങളെ അത് ബാധിക്കും. അതോടൊപ്പം തന്നെയാണ് കരിമണൽ തന്നെ ഇതേപോലെ തന്നെ വന്ന് കിടക്കുകയാണ്. ഇതിപ്പോ ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കരിമണൽ പൊതുമേഖലയിൽ എടുക്കാവും അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും ഇപ്പം നമ്മുടെ ബജറ്റിനകത്ത് വന്ന പ്രഖ്യാപനം എന്താണ്? അതിപ്പോ വരാൻ പോകുന്നത് ഇവിടെ ആലപ്പുഴ ജില്ലയാണ്. നോക്കുക, തിരുവനന്തപുരം കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിലേക്ക് അതിന്റെ കോസ്റ്റൽ ഏരിയ ആണ്, തീരപ്രദേശത്താണല്ലോ കരിമണൽ കിടക്കുന്നത്. അവിടുന്ന് വരാൻ പോവുക. അവിടുന്ന് വരാൻ പോകുമ്പോ എങ്ങനെ വാരും? ഇപ്പൊ നമ്മുടെ ഇവര് വാരിയത് നമുക്കറിയാമല്ലോ, CMR വാരിയെ നമുക്കറിയാം. ഇഷ്ടംപോലെ വാരിക്കൊണ്ട് പോയിട്ടുണ്ട് അവര്. എവിടുന്ന് വാരും? അവിടെ മത്സ്യത്തൊഴിലാളികളടക്കം ധാരാളം ജനങ്ങള്, നമ്മുടെ ഏറ്റവും കൂടുതൽ ജനം തെങ്ങി പറക്കുന്ന വൈപ്പിൻ പോലുള്ള കോസ്റ്റൽ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെക്കോട്ടാണ്. ഈ തീരദേശത്തെ ഇവരുടെ അവസ്ഥ എന്തായിത്തീരും? അതാണ് ഇപ്പൊ വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറാൻ പോവാണ്. വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് അത് മാറും. അല്ലെങ്കിൽ അതിന് ഗൗരവതരമായ പരിഹാര മാർഗങ്ങൾ, അവരെ റീഹാബിലിറ്റേഷൻ, അവരുടെ പുനരധിവാസം എന്ന് പറഞ്ഞ വലിയ വിഷയമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരെ എങ്ങോട്ട് മാറ്റും? അവർക്കുള്ള ജീവിത അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഇവിടുത്തെ വല്ലാത്ത മറ്റൊരു തൊഴിലറിയാൻ വയ്യാത്ത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? അപ്പൊ വികസനം നല്ലതാണ്, പക്ഷെ ഇവരുടെ ആശങ്ക ഇതൊരു വലിയ ആശങ്കയായിട്ട് കേരളത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ അവരുടെ ആ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു രാഷ്ട്രീയമായിട്ട് മാറുകയാണ്. പക്ഷെ കേരളത്തിന് നല്ലതാണ് കേട്ടോ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വപ്നതുല്യമായ വികസനമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വികസനങ്ങളും കേരളത്തിന്റെ പിന്നെ സാമ്പത്തിക മേഖലയെ ശക്തമായിട്ട് അത് പരിപോഷിപ്പിക്കും. അതിനകത്തൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മാംസം എടുത്തു, പക്ഷേ രക്തം പൊടിയാതെ എങ്ങനെ ചെയ്യും? അതാണ് ഇപ്പം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഏതായാലും സാർ, നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ വരുന്ന അവസരത്തിൽ തുടർന്നും സംസാരിക്കാനിരിക്കാം. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല, തൊട്ടാൽ പൊള്ളുന്ന വിഷയം തന്നെയാണ്. കേരളമാണ് സ്ഥലം, പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയ, അവരുടെ ഉപജീവന മാർഗം, അവരുടെ വാസസ്ഥലം, ഇതെല്ലാം പറഞ്ഞ് സമ്മതമാക്കി എടുക്കാൻ പെടാപ്പാട് പെടേണ്ടി തന്നെ വരും. വികസനമല്ലേ, നമുക്ക് നോക്കാം. VD സതീശൻ സർക്കാർ കഴിഞ്ഞാലും പിന്നെ അടുത്ത വരുന്ന സർക്കാരിനും ഇത് കൈ കൊടുക്കാതെ പോകാൻ കഴിയില്ലല്ലോ. വർഷം നീണ്ട 20 വർഷമല്ലേ സാർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അദാനിക്ക് കൊടുത്തിരിക്കുന്നത് 60-ലാണ് ഇപ്പൊ നിലവിലുള്ള കരാർ തീരേണ്ടത്. അത് 80 വരെ നീളാം. തേർഡ് സ്റ്റേജ് 28 മുമ്പ് കമ്മീഷൻ ചെയ്യുകയാണെങ്കിൽ, ഡിസംബർ മുമ്പ് കമ്മീഷൻ ചെയ്യുകയാണെങ്കിൽ അത് 2080 നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ, പോർട്ട് തിരിച്ചു കിട്ടുകയുള്ളൂ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. തുടർന്ന് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും, ഉറപ്പ്. നന്ദി. താങ്ക് യു സാർ.